അവരുടെ പാഠശാല സന്ദർശിച്ചു. അവർ പറഞ്ഞു, അബ്ദുൽ ഖാസിം, മുഹമ്മദ് നല്ല വിളിച്ച കേട്ടോ, യഹൂദന്മാർക്ക് മുഹമ്മദിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയാം. അബ്ദുൽ ഖാസിം, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരം ചെയ്തു. അതുകൊണ്ട് അവരുടെ മേൽ ന്യായം വിധിക്കുക. അള്ളാഹുവിൻ്റെ അപ്പസ്തോലിന് അവർ ഒരു തലയണ നൽകി. അദ്ദേഹം അതിന്മേൽ ഇരുന്നിട്ട് പറഞ്ഞു, തൗറാത്ത് കൊണ്ടുവരിക. അത് കൊണ്ടുവരപ്പെട്ടു. ഉടനെ അദ്ദേഹം തലയണ എടുത്ത് അതിന്മേൽ തൗറാത്ത് വെച്ച ശേഷം പറഞ്ഞു, ഞാൻ നിന്നിലും നിന്നെ വെളിപ്പെടുത്തിയവനിലും വിശ്വസിക്കുന്നു. തുടർന്ന് അദ്ദേഹം അരുളി, നിങ്ങളിൽ അറിവുള്ള ഒരാളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഒരു ചെറുപ്പക്കാരൻ ഹാജരാക്കപ്പെട്ടു. കല്ലെറിയനെ കുറിച്ചുള്ള പാരമ്പര്യം നബിയിൽ നിന്ന് കേട്ട് മാലിക് സംവേദനം ചെയ്തതുപോലെ തന്നെയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ നിവേദനം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ എം അക്ബർ പറയുന്നത് തോറയിൽ കൈകടത്തിയതാണെന്നുണ്ടെങ്കിൽ എന്താണ് വ്യഭിചാരിയായിട്ടുള്ള സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ തോറയിൽ തന്നെ ആശ്രയിക്കേണ്ടി വന്ന മുഹമ്മദിൻ്റെ ഗതി